ഹോർമുസിൽ ഉപരോധം കടുപ്പിച്ച് US. ഉപരോധം വകവെക്കാതിരുന്നാൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. കപ്പലുകളെ തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നും വെല്ലുവിളി. സഹകരിച്ചില്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കും. 5000-ഓളം നാവികരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സെൻട്രൽ കമാൻഡ്. ഉപരോധത്തിന് അതേ നാണയത്തിൽ മറുപടിയെന്ന് ഇറാൻ. ഹോർമുസിലെ ഉപരോധം വെടിനിർത്തൽ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ്. ഇറാന്റെ കൂറ്റൻ എണ്ണക്കപ്പൽ ഹോർമുസ് കടന്നതായി റിപ്പോർട്ട്. ചെങ്കടൽ, ഗൾഫ് എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതി തടയുമെന്നും ഇറാന്റെ ഭീഷണി. അമേരിക്ക ഇറാൻ അടുത്ത ഘട്ട ചർച്ച സ്ഥിരീകരിച്ച് വൈറ്റ് ഹൌസ്. ഇസ്ലാമാബാദിൽ ചർച്ച എന്ന റിപ്പോർട്ട്. ശുഭപ്രതീക്ഷയുണ്ടെന്നും വൈറ്റ് ഹൌസ്. പാക് സൈനിക മേധാവി അടങ്ങുന്ന പ്രതിനിധി സംഘം ഇറാനിൽ. ഗൾഫ് മേഖലയിൽ മഞ്ഞുരുക്കം. UAE വൈസ് പ്രസിഡന്റുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ സംസാരിച്ചു. ആക്രമണങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ആദ്യ ഉന്നതതല ചർച്ച. UAEയിൽ സ്കൂളുകൾ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനായി ഇന്ത്യക്കുള്ള താൽക്കാലിക ഇളവ് നീട്ടില്ല. കടുപ്പിച്ച അമേരിക്ക. കടലിൽ നിലവിലെത്തിയിട്ടുള്ള എണ്ണയുടെ ഇടപാടുകൾക്ക് മാത്രം ഇളവ് ബാധകമെന്നും നിലപാട്. ലബനിലെ ബിൻ ജെബയിൽ ഇസ്രായേൽ സൈന്യം ഉടൻ കീഴടക്കുമെന്ന് ബെന്യാമിൻ നെതന്യാഹു. ബിൻ ജെബയിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനമെന്നും ആരോപണം. ലബനുമായി സമാധാന ചർച്ചകൾ ഉണ്ടെന്നും നെതന്യാഹു. തെക്കൻ ലബനിലെ വ്യോമാക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ മരിച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവാവിനെ അടിച്ചുകൊന്നു. തിരുവല്ലം വണ്ടിത്തളം സ്വദേശി സുമൻ മരിച്ചു. സഹോദരങ്ങളായ അനന്തു, അച്ചു എന്നിവർ പോലീസ് കസ്റ്റഡിയിൽ. സംഘർഷത്തിനിടയാക്കിയത് ബാറിലെ തർക്കം. KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടുള്ള K സുധാകരന്റെ പോസ്റ്റിന് പിന്നാലെ കോൺഗ്രസിൽ പടയൊരുക്കം. KCയെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ രംഗത്ത്. സുധാകരൻ, വേണുഗോപാൽ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ഡൽഹിയിൽ. വനിതാ സംവരണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. സംവരണത്തിനായി മണ്ഡല പുനർനിർണയത്തിന് നീക്കം. ബില്ലിനെ ശക്തമായി എതിർക്കാൻ പ്രതിപക്ഷം. തമിഴ്നാട്ടിൽ ഇന്ന് DMK-യുടെ കരിങ്കൊടി പ്രതിഷേധം. നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പിന് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും മൊഴിയെടുക്കും. ആരോപണ വിധേയരായ അധ്യാപകർ ഇപ്പോഴും ഒളിവിൽ. ഓസ്ട്രേലിയൻ സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോണിന്റെ മരണത്തിൽ ഗുരുതര ആരോപണവുമായി മകൻ. കോവിഡ് വാക്സിൻ എടുക്കാൻ നിർബന്ധിതനായത് പെട്ടെന്നുള്ള മരണത്തിനിടയാക്കിയെന്ന ആരോപണം. വോണിന് വാക്സിൻ എടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ലെന്നും മകൻ. വിനോദ് കാംബ്ലിയുടെ ആരോഗ്യനില ആശങ്കയിൽ. മസ്തിഷ്കത്തിൽ രക്തം കട്ടപിടിച്ചതായി സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. 7 നിമിഷവും പക്ഷാഘാതം സംഭവിക്കാൻ സാധ്യത. കാംബ്ലിയുടെ ഓർമ്മശക്തിയെയും ബാധിച്ചുവെന്ന് സുഹൃത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.